എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. വോഡഫോൺ തകർമി എന്ന കുട്ടികളുടെ പരിപാടിയിലെ 5ാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് നാട്യകലയുടെ കാൽക്കുലേറ്റർ എന്ന് സ്വന്തമായി വിശേഷിപ്പിക്കുന്ന ഒരു ഡാൻസ് ടീച്ചറും അവരുടെ കുട്ടിയുമാണ്. നമുക്ക് ഡാൻസ് ടീച്ചറിനെ പരിചയപ്പെടാം. നമസ്കാരം ടീച്ചർ. നമസ്കാരം. ടീച്ചറിന്റെ പേരെന്താണ്? എന്റെ പേര് കലാമണ്ഡലം ദ്രുത ചടുല താള പ്രകോദര സരസമ്മ. എന്താ ഈ ടീച്ചറിന്റെ പേരിന്റെ കൂടെ വാലും തലയുമൊക്കെ? അയ്യോ, അത് വാലും തലയൊന്നുമല്ല, എനിക്ക് കിട്ടിയ അവാർഡുകളാ. ഓ, അത് ശരി. അപ്പൊ ടീച്ചറിന്റെ ശരിക്കുമുള്ള പേരെന്താണ്? ശരിക്കുള്ള പേര് സരസേന. അതെ, ഗോപിയുടെ തന്നെ അങ്ങനെ വിളിക്കുന്നത്. ഓ, മിസ്റ്റർ ഗോപി ഭർത്താവായിരിക്കും അല്ലേ? അതെ, അപ്പുറത്തെ വീട്ടിലെ സുശീലയുടെ ഭർത്താവ്. ഓക്കെ 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 ഓക്കെ, അതൊക്കെ പോട്ടെ. ടീച്ചർ എന്തൊക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്? ഞാനിപ്പം മെയിനായിട്ട് പഠിപ്പിക്കുന്ന ഐറ്റംസ് ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഗോതമ്പ് പൊടി, അവലോസ് പൊടി, നാരങ്ങ അച്ചാർ, മാങ്ങ അച്ചാർ, മുടിയാട്ടം, കൂടിയാട്ടം, കൊണ്ടാട്ടം, ബ്രേക്ക് ഡാൻസ്, ബ്രേക്ക്ഫാസ്റ്റ്, അങ്ങനെ എല്ലാ ഐറ്റംസും ജീവിച്ചു പോണ്ടേ. ശരി, ഓക്കെ ഓക്കെ. നമുക്ക് കുട്ടിയെ വിളിക്കാം. കുട്ടി റെഡിയാണോ? മോളെ, കിങ്ങിണി മോളെ, എടി വേവാടി മോള്. നമസ്കാരം. ഒന്ന് അങ്കിളിന് കൊടു. അതെന്തിനാണ് നീ അങ്ങേരെ തല്ലിയത്? എടി, നമസ്കാരം കൊടുക്കാനാ പറഞ്ഞത്. അയ്യോ, സോറി. നമസ്കാരം. കേട്ടി കേട്ടി. മോളുടെ അച്ഛനും അമ്മയായിരിക്കും അല്ലേ ഓഡിയൻസിൽ വന്നിരിക്കുന്നത്? വകയിലൊരു മോള് അച്ഛനെയും അമ്മയും വീട്ടിൽ എന്താണ് വിളിക്കുന്നത്? അച്ഛനെയും അമ്മയും ഡാഡി എന്നാണോ വിളിക്കുന്നത്? മോൾക്ക് വളർന്ന് വലുതാവുമ്പോൾ ആരാകാനാണ് ആഗ്രഹം? എനിക്ക് വളർന്ന് വലുതാവുമ്പോ അച്ഛനെ പോലെ തന്നെ ഒരു ഡോക്ടറാണ്. ഓ, മോളുടെ അച്ഛൻ ഒരു ഡോക്ടറാണോ? അല്ല, അച്ഛന്റെ ആഗ്രഹം ഡോക്ടർ ആവണമെന്നായിരുന്നു. അതിപ്പോഴില്ലേ എന്റെ അച്ഛനില്ലേ തെങ്ങില് കല്ല് കെട്ടാൻ പഠി. ഓക്കെ. മോള് എത്ര കാലമായി ഡാൻസ് പഠിച്ചു തുടങ്ങിയിട്ട്? 15 കൊല്ലായി. 15 കൊല്ലമോ? മോൾക്ക് എത്ര വയസ്സുണ്ട്? 5 വയസ്സ്. അതെങ്ങനെയാ ശരിയാവുക? എടോ, സാധാരണ കുട്ടികൾ ഒരു ദിവസം ഒരു ക്ലാസ് അല്ലേ? കിങ്ങിണി മോൾ അങ്ങനെയല്ല, ഒരു ദിവസം 3 ക്ലാസ്സാ. 3x 15. അപ്പം 15 കൊല്ലമായി ഡാൻസ് പഠിക്കുന്ന കിങ്ങിണി മോൾ പല വേദിയിലും ഒക്കെ അരങ്ങേറി കാണുമല്ലോ. നിന്നോട് ആരെങ്കിലും പറഞ്ഞു ഇവിടെ അവതരിപ്പിക്കാനിപ്പോ രംഗപൂജയാണെന്ന്? ആദ്യം നിന്റെ തന്ത വന്ന ഫീസ് തരട്ടെ കേട്ടോ, എന്നിട്ട് ഞാൻ രംഗപൂജ എന്ന് പറഞ്ഞ അടിപൊളിയല്ലേ? ഓക്കെ. മോൾക്ക് ആദ്യത്തെ റൗണ്ടിലേക്ക് കടക്കുകയായി. ഫസ്റ്റ് റൗണ്ട് ജനറൽ നോളജ് റൗണ്ടാണ്. നമ്മൾ കിങ്ങിണി മോളുടെ അടുത്ത് 4-5 ക്വസ്റ്റ്യൻ ചോദിക്കും. അതിന്റെ ശരിയുത്തരം തരുകയാണെങ്കിൽ രണ്ടാമത്തെ റൗണ്ടിലേക്ക് കടക്കുകയായി. വളരെ ടഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ റെഡിയല്ലേ? ആദ്യത്തെ ചോദ്യം, MTയുടെ നാലുകെട്ടിനെ പറ്റി എന്താണ് അഭിപ്രായം? ഒന്ന് കെട്ടി എന്റെ അച്ഛന്റെ കാര്യം കട്ട പോലെയാണ്. അപ്പൊ പിന്നെ 4 കെട്ടി എനിക്കൊരു കാര്യം പറയാൻ കേട്ടോ. ശരി ഉത്തരമാണ് തന്നിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും കൈവച്ച് പ്രോത്സാഹിപ്പിക്കും. ഇനി രണ്ടാമത്തെ ചോദ്യം, നമ്മൾ എന്തിനാണ് വെള്ളത്തിൽ നിന്ന് കറണ്ട് എടുക്കുന്നത്? ഷോക്ക് അടിക്കാണ്ടിരിക്കാൻ. വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ഷോക്ക് അടിക്കാണ്ടിരിക്കാൻ. കറക്റ്റ് ഉത്തരമാണ് തന്നിരിക്കുന്നത്. അങ്ങനെ രണ്ടാമത്തെ ചോദ്യം കറക്റ്റ് തന്നിരിക്കുന്നു. ഇനി മൂന്നാമത്തെ ചോദ്യമാണ്, ചൂടടിച്ചാൽ സോളിഡ് ആകുന്ന ഒരു ലിക്വിഡിന്റെ പേര് പറയാമോ? വളരെ കറക്റ്റ് ഉത്തരമായിരിക്കുന്നു. ചൂടടിച്ചാൽ സോളിഡ് ആകുന്ന ഒരു ലിക്വിഡ് ആണ് ദോശ. യെസ്, കറക്റ്റ് ഉത്തരം. അങ്ങനെ 3 ചോദ്യങ്ങൾക്ക് കറക്റ്റ് ഉത്തരം തന്നിരിക്കുകയാണ്. ഇനി നാലാമത്തെ ചോദ്യം, കാറ്റും കറണ്ടുമായി എന്താണ് ബന്ധം? ആലോചിച്ച് പറഞ്ഞാൽ മതി. വളരെ കറക്റ്റ് ആണ്. ഇനി 5ാമത്തെ ചോദ്യമാണ്. ഒരു ടഫ് ക്വസ്റ്റ്യൻ ആണ്, ഒരു കണക്ക് ചോദ്യം തന്നെയാണ്. ഇത് ഇതുവരെ വളരെ കുറച്ച് പേര് ഈ റൗണ്ടിൽ കടന്ന് അടുത്ത റൗണ്ടിലേക്ക് പോയിട്ടുള്ളൂ. നിങ്ങൾ റെഡിയല്ലേ? കണക്ക് ചോദ്യമാണ്.
6 ആപ്പിൾ 8 കുട്ടികൾക്ക് എങ്ങനെ തുല്യമായി വീതിച്ചു കൊടുക്കും? ആലോചിച്ച് പറഞ്ഞാൽ മതി. 6 ആപ്പിൾ എങ്ങനെ 8 കുട്ടികൾക്ക് തുല്യമായി വീതിച്ചു കൊടുക്കും? അതില്ലേ നമുക്ക് ഇടിച്ച് പിഞ്ഞി ജ്യൂസാക്കി ഇട്ടിലേക്ക് കൊടുക്കാം. കറക്റ്റ് ഉത്തരവാണ്. അങ്ങനെ 5 ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നു. ഇനി അങ്ങനെ രണ്ടാമത്തെ റൗണ്ടിലേക്ക് കിങ്ങിമോൾ കടന്നിരിക്കുകയാണ്. ടാലന്റ് റൗണ്ട് ആണിത്. നമുക്ക് കിങ്ങിയുടെ ടാലന്റ് കാണാം. നിങ്ങൾ റെഡി അല്ലേ? റെഡിയാണ്, ഞങ്ങൾ റെഡി. റെഡിയല്ലേ മോളെ? നമസ്കരിക്കാൻ പോയി ചോദിക്കണേ SMS. നിങ്ങളെല്ലാവർക്കും എന്റെ ഡാൻസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇവിടെ പാടി എന്നോട് ഇങ്ങനെയാണ് SMS കരഞ്ഞോണ്ട് ചോദിക്കണേ, എന്നാലും സിമ്പതി കിട്ടുള്ളൂ. നിങ്ങളെല്ലാവർക്കും എന്റെ ഡാൻസ് വോട്ട് ചെയ്യണം. നിന്റെ കഴിവെല്ലാരും ഇവിടെ കണ്ടു. കമ്മാലം നടിച്ച് വീണത്. ഇനി ആ ഫോർമാലിറ്റി എന്ന് ചോദിക്കും. അത് തന്നെ അത് ചോദിക്കും. ഇത്രയും കച്ചട പരിപാടി ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിങ്ങളല്ലേ ഈ കുട്ടിയെ 15 കൊല്ലമായി ഡാൻസ് പഠിക്കുന്നത്. ഇതിന് ഒരു സ്റ്റെപ്പ് പോലും നേരത്തെ കളിക്കാൻ അറിയില്ലല്ലോ. അനാവശ്യം പറയലട്ടാ ചക്ക. ഇവിടെ 10-15 വർഷം ഈ പരിപാടി തുടങ്ങിയിട്ട് സരസം അറിയാം. എനിക്ക് എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് അറിയാമോ? അതന്നെ ഞാൻ പറയാം, സ്റ്റുഡൻസ്. ഈ കൈകളുടെ മുദ്രകൾ അംഗവിക്ഷേപണങ്ങൾ കണ്ടിട്ടാണ് ഈ പിള്ളേരൊക്കെ പഠിച്ചിരിക്കുന്നത്. ഇയാൾക്ക് വലുതും അറിയാം. എന്നാ പിന്നെ ടീച്ചർക്ക് 1-2 സ്റ്റെപ്പ് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ആടി കാണിച്ചു തരാമോ? 1-2 സ്റ്റെപ്പാ? ഇവിടെ ഞാൻ 9 സ്റ്റെപ്പ് ആടി കാണിക്കും. ഈ സരസമ്മ ആടി കാണിക്കും. പക്ഷേ അങ്ങനെ ഇങ്ങനെയൊന്നും ആടി കാണിക്കില്ല. ഞാൻ എന്റെ ചെലങ്കാണിഞ്ഞോണ്ട് വരട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാടോ എനിക്ക്. ആയിക്കോട്ടെ.